Okay, in our last class we are seeing some pictures of vegetables. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു? കുറേ വെജിറ്റബിൾസിന്റെ പിക്ചേഴ്സ് നോക്കിയല്ലേ? പിക്ചേഴ്സ് കണ്ടു. അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്തു? വെജിറ്റബിൾസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തു അല്ലേ? അപ്പൊ then നമ്മുടെ നെക്സ്റ്റ് എന്താണ്? ഫ്രൂട്ട്സ് ആണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ വെജിറ്റബിൾസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് ഉള്ളത്? ആദേശ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വെജിറ്റബിൾസിന്റെ പേരൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ആദേശ് ഒന്ന് വായിച്ചേ. വെജിറ്റബിൾസ് ആണോ അത്? വെജിറ്റബിൾസ് ആണോ? Vegetables, brinjal, cabbage, potato, tomato, peas, onion, cauliflower, pumpkin, spinach, gourd. Okay, okay. Then നമുക്കുള്ളത് എന്താണ്? കുറേ ഫ്രൂട്ട്സ് ആണ് അല്ലേ? ഏതൊക്കെയാണ് ആ ഫ്രൂട്ട്സ് റിയാൻ? ആ ഫ്രൂട്ട്സിന്റെ പേരൊക്കെ ഒന്ന് വായിച്ച് റിയാൻ. Mango, grapes, guava, melon, orange, cherries, plum, papaya, pineapple, banana. ഓക്കെ, അപ്പൊ നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് തന്നിട്ടുണ്ട്? കുറേ ഫ്രൂട്ട്സിന്റെ പേരുകൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറെ ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സ് നോക്കാം അല്ലേ ഇഷാനി? ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സ് കാണിക്കാൻ പോവാണ്. എന്ത് ചെയ്യണം? എല്ലാവരും ഐഡന്റിഫൈ ചെയ്യണം ഏത് ഫ്രൂട്ട്സ് ആണ് എന്നുള്ളത്. ഓക്കെ, ലിസൺ, ലുക്ക് അറ്റ് ദി പിക്ചർ. What is this? This is a fruit. Which fruit is this? ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത് എന്ത് ഫ്രൂട്ട് ആണെന്ന്? Can you identify this picture? Which kind of fruit is this? ഇങ്ങനെ കാണുമ്പോ എന്താണ് റഫാൻ? ഇത് എന്ത് ഫ്രൂട്ട് ആണ്? Passion fruit. Yeah, this is passion fruit. Okay. Passion fruit ആണ് ഇത്. കണ്ടോ? പിക്ചേഴ്സ് കണ്ടോ? This is passion fruit. ആരുടെയൊക്കെ വീട്ടിലുണ്ട് passion fruit? Passion fruit. എയ്ഡന്റെ അടുത്തുണ്ട്, അൻവിത, റിയാൻ, ഷിഫാന, then ഇഷാനി, ആദീഷിന്റെ അടുത്തുണ്ടോ? ആദീഷ് passion fruit? Yes, okay. അപ്പൊ ഏബൽ സിൻഡോന്റെ അടുത്തുണ്ട് അല്ലേ? എയ്ഡൻ തോമസിന്റെ അടുത്ത്. ഓക്കെ, എല്ലാവരുടെ അടുത്തും എന്തുണ്ട്? This is passion fruit. അപ്പൊ എല്ലാവരുടെ അടുത്തുണ്ട് അല്ലേ passion fruit? ഇതെന്താണ്? ഒരു ഫ്രൂട്ട് ആണ് അല്ലേ? passion fruit. Okay, then this is, can you identify this picture? എന്താണ് അൻവിത ഇത്? Strawberry mix. എന്താണ്? Strawberry. Okay, this is strawberry. Strawberry ആണ് അല്ലേ ഇത്? Strawberry. Strawberry കഴിക്കാറുണ്ടോ എല്ലാവരും? കഴിക്കാറുണ്ടോ? Yes, നല്ല ഹെൽത്തി ആണ് അല്ലേ? പക്ഷെ എന്താണ്? വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? നല്ല ടേസ്റ്റ് ആണോ? അല്ല അല്ലേ? ചെറിയൊരു പുളിയൊക്കെ ആണ് അല്ലേ? പക്ഷെ എന്താണ്? നല്ല ഹെൽത്തി ആണ്. Okay, this is strawberry. Then what is this? ഇത് ആരുടെയൊക്കെ വീട്ടിലുണ്ട്? നമ്മുടെ എയ്ഡന്റെ ഒക്കെ വീട്ടിലുണ്ടോ നോക്കട്ടെ. എയ്ഡൻ തോമസിന്റെ അടുത്തുണ്ട്. എയ്ഡൻ ജെ മാത്യുവിന്റെ അടുത്തുണ്ടോ ഇത്? യെസ്. ഓക്കെ, വാട്ട് ഇസ് ദിസ്? എന്താണിത്? എന്താണ് റിയാൻ ഇത്? Rambutan. Yeah, this is rambutan. റിയാന്റെ വീട്ടിലുണ്ടോ ഇത്? ഉണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഇതെന്താണ്?
റംബൂട്ടാൻ ആണ് അല്ലേ? നല്ല ടേസ്റ്റി ആണ് അല്ലേ? മിസ്സിന് നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ റംബൂട്ടാൻ? ദിസ് ഇസ് റംബൂട്ടാൻ. വെരി ഹെൽത്തി ആൻഡ് ടേസ്റ്റി അല്ലേ? നല്ല ഒരു ഫ്രൂട്ട് ആണ് അല്ലേ? നല്ല ഭംഗിയുണ്ട് ഇല്ലേ കാണാൻ വേണ്ടി? നന്നായിട്ടുണ്ട് ഇല്ലേ കാണാൻ? ഓക്കെ. ദെൻ നിതാഷ, എന്താണിത്? എന്താണിത്? റംബൂട്ടാൻ. ഓക്കെ. ദെൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ള ഒരു ഫ്രൂട്ട് ആണ് നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ദിസ്, വാട്ട് ഇസ് ദിസ്? എന്താണിത് ഷിഫാന? ഇത് എന്താണ്? Yeah, this is jackfruit. Jackfruit അല്ലേ? നമ്മുടെ ചക്കയാണ് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ചക്കയാണ് ഇത് അല്ലേ? ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട് ആണ് എന്നാണ് പറയാറ്. Then next, ഇതാരാ ഐഡന്റിഫൈ ചെയ്യുന്നത് നോക്കട്ടെ. വാട്ട് ഇസ് ദിസ്? ഓക്കെ ഓക്കെ, നീറ്റാശ കുട്ടി പറയാമെന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണിത്? എന്താണ്? ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അല്ലേ? കാണാൻ എന്തുണ്ട്? ഒരു ഡ്രാഗണെ പോലെ ഉണ്ട് കാണാൻ വേണ്ടി അല്ലേ? ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇതിന്റെ പേര് ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ്. ബട്ട് വലിയ ടേസ്റ്റി ഒന്നുമല്ല ഡ്രാഗൺ ഫ്രൂട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഡ്രാഗൺ ഫ്രൂട്ട്. ഓക്കെ, നമുക്കറിയാമോ? ചില ആൾക്കാർക്ക് അറിയാൻ ചാൻസ് കുറവാണ് അല്ലേ? നമ്മുടെ നാട്ടിലൊന്നും അത്ര അവൈലബിൾ ആകാറില്ല. എന്നാൽ സീസണിൽ ഉണ്ടാകാറുമുണ്ട് അല്ലേ? എവിടുന്നെങ്കിലും ഒക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അത്രയധികം ഉണ്ടാകാറില്ല. ദിസ് ഇസ് ഡ്രാഗൺ ഫ്രൂട്ട്. ഓക്കെ. ദെൻ മിക്കവാറും പേരുടെ ഒക്കെ വീട്ടിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഇസ് ദിസ്? എത്ര പേരുടെ വീട്ടിലുണ്ട് ഇത്? എന്താണ് ഇത് ഉമർ? ഇതെന്താണ് ഉമർ? എന്താണ്? എന്താണെന്ന് അറിയാമോ നോക്കി? എന്താണ്? ഓക്കെ, ലിസൺ. എന്താണ് ഇഷാനി ഇത്? ഇതെന്താണ്? സപ്പോട്ട. Yeah, this is സപ്പോട്ട അല്ലേ? സപ്പോട്ടയാണ് ഇത് അല്ലേ? ഇറ്റ് ഇസ് എ ഫ്രൂട്ട്. നല്ല ടേസ്റ്റ് ആണ് അല്ലേ? സപ്പോട്ട കൊണ്ട് നമ്മൾ ഷേക്ക് ഒക്കെ ആക്കി കഴിക്കാറുണ്ട് അല്ലേ? നല്ല ടേസ്റ്റ് ആണ്. ഓക്കെ, ദിസ് ഇസ് സപ്പോട്ട. ഓക്കെ. Then എന്താണ്? ഇതെന്താണ്? കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് അല്ലേ? നല്ല ടേസ്റ്റ് ആണ്. നോക്കൂ, എന്താണിത്? എന്താണിത് എയ്ഡൻ ജെ മാത്യു? വാട്ട് ഇസ് ദിസ്? എന്താണ്? മൾബറി. ഓക്കെ, ദിസ് ഇസ് മൾബറി. ഓക്കെ. Then മൾബറി ആകാം. ആണ് അല്ലേ? മിക്കവാറും എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്. ഇപ്പൊ ഇതിന്റെ സീസൺ ആണ്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ്. എന്താണിത്? എന്താണിത്? എന്താണ് റഫാൻ ഇത്? റഫാൻ, look at this picture. Rafan, what is this? Can you identify this picture? എന്താണിത്? റഫാൻ, മോൻ പറയുന്നതൊന്നും ക്ലിയർ ആകുന്നില്ല. റേഞ്ച് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ, I can't hear you മോനെ.
Okay, listen. Then ഇതെന്താണ്? ചാമ്പങ്ങയാണ് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഇതിനെ എന്താ പറയാ? ചാമ്പങ്ങ എന്ന് നമ്മള് നാട്ടിൽ പറയും അല്ലേ? ബട്ട് ഇതിന്റെ നെയിം എന്താണ്? അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല അല്ലേ? ഇതിനെ എന്ത് പറയുന്ന അറിയാം? റോസ് ആപ്പിൾ എന്നാണ് പറയാ. റോസ് ആപ്പിൾ. ഓക്കെ, നമ്മുടെ ചാമ്പങ്ങ റോസ് ആപ്പിൾ. ഓക്കെ, റോസ് ആപ്പിൾ. Then എന്താണ് ഇത്? ഇതെന്താണ് ഫാത്തിമ മെഹ്റിൻ? Can you identify this picture? ഫാത്തിമ മെഹ്റിൻ, എന്താണിത്? banana. Yeah, this is banana അല്ലേ? 2 types of banana. ഇത് എന്താണ്? നമ്മുടെ വാഴപ്പഴമാണ് അല്ലേ? നമ്മളൊക്കെ എപ്പോഴും കഴിക്കാറുള്ള നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വാഴപ്പഴമാണിത്. ഓക്കെ, then what is this? എന്താണിത്? നോക്കിയേ അൻവിത, എന്താണിത്? നോക്കിയേ. ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോ എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. Then ഇതെന്താണ്? എന്താണിത്? എയ്ഡൻ തോമസ്, ഇതെന്താണ്? വാട്ട് ഇസ് ദിസ്? എന്താണ്? ഓക്കെ, ദിസ് ഇസ് ഡേറ്റ്സ്. ഡേറ്റ്സ് ആണല്ലേ നമ്മുടെ ഈന്തപ്പഴം എന്ന് പറയുന്ന ഫ്രൂട്ട് ആണ് അല്ലേ? ഇത് ഈന്തപ്പഴം. ഓക്കെ, നമ്മുടെ എന്താണ് നാട്ടിലൊന്നും ഉണ്ടാകാറില്ല, പക്ഷെ എന്താണ് പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലേ? ഈന്തപ്പഴം. ഓക്കെ, നമ്മുടെ ഡേറ്റ്സ്. then എല്ലാവർക്കും അറിയുന്ന ഒരു ഫ്രൂട്ട് ആണ് അല്ലേ? ഇതെന്താണ്? എന്താണിത്? ആർക്കും അറിയില്ല ഇതെന്താണെന്ന്. ഇഷാനി ഒന്ന് നോക്കിയേ, എന്താണിത്? ഓക്കെ, ഉമർ, എന്താണിത് ഉമർ? Look at the picture. What is this? Which type of fruit is this? എന്താണ്? ഇത് ഈ പിക്ചർ കണ്ടാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണിത്? Pomegranate. Okay. എന്താണ് നമ്മുടെ നാട്ടില് അനാറ്, ഉറുമാമ്പഴം എന്നൊക്കെ പറയും അല്ലേ? Pomegranate. Okay. നല്ല ഹെൽത്തി ആണ് അല്ലേ? ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, വെരി ഹെൽത്തി. Pomegranate. ഓക്കെ, then ഇത് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണിത്? എന്താണിത്? ഏബൽ സിൻഡോ, എന്ത് പിക്ചർ ആണിത്? Can you identify this picture? എന്താണ് ഏബൽ? What are you doing there? Yeah, this is grapes. Grape ആണല്ലേ? Grape, മുന്തിരി. ഓക്കെ, നമ്മുടെ മുന്തിരിയാണല്ലേ ഇത്? then നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പിക്ചർ ആണ്. എന്താണിത്? എന്താണ് ഷിഫാന ഇത്? എന്താണിത്? What is this? Yeah, this is apple. ഇത് ആപ്പിൾ ആണ് അല്ലേ? ആപ്പിൾ. Okay, then ആദിഷ്, ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ ആദിഷ്. എന്താണിത്? ഗ്രേപ്പ് ആണോ ഇത്? നോ, ദിസ് ഇസ് പ്ലം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലേ പ്ലം. ഇതെന്താണ്? പ്ലം ആണ്. ഓക്കെ, then ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ആണ് അല്ലേ? എന്താണിത്? റഫാൻ? വാട്ട് ഇസ് ദിസ്?
എന്താണ്? Jerry. ആപ്പിൾ ആണോ ഇത്? ആപ്പിൾ ആണോ ഇത്? This Jerry. this is cherry. ചെറി ആണ് അല്ലേ? ചെറി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ചെറി, ഇത് ചെറി ആണ്. Then we know this. എന്താണ്? ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഇത് എന്താണ്? This is watermelon. Okay, watermelon. It's a picture of a watermelon. Okay, നമ്മുടെ തണ്ണിമത്തൻ അല്ലേ? നമ്മൾ എന്ത് പറയും? വത്തക്ക, ബത്തക്ക എന്നൊക്കെ പറയും അല്ലേ? തണ്ണിമത്തൻ. Okay, this is watermelon. Then എന്താണിത്? മാംഗോ. This is mango. നമ്മുടെ മാംഗോ ആണല്ലേ? നമ്മുടെ മാമ്പഴം. Okay, മാംഗോ. Then ഇതും എന്താണ്? നമുക്കറിയാമായിരിക്കും അല്ലേ? എന്താണിത്? This is guava അല്ലേ? നമ്മുടെ പേരയ്ക്ക അല്ലേ? guava. നമ്മുടെ പേരയ്ക്കയാണ് ഇത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ? എത്ര പേരുടെ വീട്ടിലുണ്ട് ഇത്? എത്ര പേരുടെ വീട്ടിലുണ്ട്? ഇഷാനിയുടെ അടുത്തുണ്ട്. Then എയ്ഡന്റെ വീട്ടിലുണ്ട്. Okay, this is guava. And the next one is, ഇതറിയാമോ? അറിയാമോ ഇത്? It is look like grape. കാണാൻ എന്തുണ്ട്? നമ്മുടെ മുന്തിരിയൊക്കെ പോലെ ഉണ്ട് ഇല്ലേ? ബട്ട് ഇതെന്താണ്? മുന്തിരിയല്ല, പക്ഷെ ഇതെന്താണ്? ഗ്രേപ്പ് അല്ല. എന്താണിത്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Can you identify this? No. നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടേ ഇല്ല അല്ലേ? ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടേ ഇല്ല. This is jamun. This is jamun. അതായത് നമ്മുടെ നാട്ടിൽ എന്താണ്? നമ്മുടെ ഞാവൽപ്പഴം എന്നൊക്കെ പറയുന്ന എന്താണ്? ജാമുൻ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സ് ഒക്കെ കഴിഞ്ഞു അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ലാതെ കുറെ എക്സ്ട്രാ പിക്ചേഴ്സിന്റെ ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സ് നമ്മൾ കണ്ടു അല്ലേ ഫാത്തിമ മെഹ്റിൻ? കുറെ പിക്ചേഴ്സ് എന്ത് ചെയ്തു? നമ്മൾ കണ്ടു അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും എന്തുണ്ട്? കുറെ ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ okay, listen. അപ്പൊ നമ്മള് കുറെ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പിക്ചേഴ്സ് കണ്ടു അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നന്നായിട്ട് ഈ പിക്ചേഴ്സ് ഒക്കെ എഴുതാനൊക്കെ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. അതായത് വെജിറ്റബിൾസിന്റെ ഒക്കെ പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? എഴുതാൻ കറക്റ്റ് ആയിട്ട് പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. നോക്കിയിട്ട് മാത്രല്ല, എങ്ങനെ കാണാതെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ചെയ്ത് നന്നായിട്ട് ഇതൊക്കെ നമുക്ക് ഈ പിക്ചേഴ്സ് ഒക്കെ തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയാമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്? കയ്യിൽ തരാൻ വേണ്ടി പറ്റില്ല അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഡേ നമുക്ക് കുറെ ഫ്ലവേഴ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ പിക്ചേഴ്സ് കാണാം. ആനിമൽസിന്റെ ഫ്ലവേഴ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് ഉള്ളത് അല്ലേ? നമ്മുടെ നെക്സ്റ്റ് പോർഷൻ അത് രണ്ടുമാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും കുറേശ്ശെയായിട്ട് ഈ വേർഡ്സ് ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ആപ്പിൾ, ഓറഞ്ച് ഒക്കെ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് അല്ലേ? ദെൻ നമ്മുടെ വെജിറ്റബിൾസിലും സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ചെറുതായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതായത് പാരന്റ്സ് ഒന്നും ഹെൽപ്പ് ചെയ്യാതെ നമുക്ക് തന്നെ എഴുതാനും ചെയ്യാനും ഒക്കെ വേണ്ടി പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. ഓക്കെ, ദെൻ